യെരൂശലേമിന്റെ മതിലിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന 7 ആയുധങ്ങളെ കുറിച്ചാണല്ലോ നാം പഠിച്ചു വരുന്നത്. We have been looking at the 7 weapons against the building of the wall in Jerusalem. കഴിഞ്ഞ 4 ആഴ്ചകളിൽ നാം ആ 4 ആയുധങ്ങളെ കുറിച്ച് ചിന്തിച്ചു. And we took a look at 4 weapons in last 4 weeks. നിന്ന, പരിഹാസം അല്ലെങ്കിൽ റിപ്രോച്ച് ആൻഡ് റെഡിക്കോൾ നെഹെമ്യാവിനെതിരെ കൂട്ടർക്കെതിരെ കടന്നു വന്നപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവർ അതിനെ അതിജീവിച്ചു. And when reproach and ridicule came, they said our God in heaven will give us success. When their enemy conspired against the people of God, those are working at the wall, and they were watching and praying, and they overcome that arrow. ഗൂഢാലോചനകളെ, പദ്ധതികളെ പൊളിക്കുവാൻ ജാഗരിച്ചും പ്രാർത്ഥിച്ചും അവർ മുന്നേറി. And when they conspired against them, they prayed and fasted against them. മൂന്നാമത്തെ ആയുധമായി നാം ചിന്തിച്ചത് നിരാശ ജനത്തിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇനി പണിയുവാൻ കഴിയത്തില്ലെന്ന് സ്വയം തീരുമാനിക്കുന്ന മണ്ഡലങ്ങളിൽ പൊക്കം കുറഞ്ഞ ഭാഗത്ത് ആൾക്കാരെ നിർത്തിയും ആയുധം ധരിച്ചും പ്രാർത്ഥനയിൽ സപ്പോർട്ട് കൊടുത്തും അന്യോന്യം ഭാരങ്ങളെ ചുമർന്നും അവർ പണിയിൽ മുന്നേറി. And when they tried to discourage them, they supported the people who are of low stature and encouraged them to work. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് ഫൈനാൻഷ്യൽ ക്രൈസിസ്, ജനത്തിന്റെ ഇടയിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടിട്ടു. And when they had financial crisis, they were encouraged to work in that area. വീടുകളും നിലങ്ങൾക്കും മോർഗേജ് കൊടുത്തവർ മുടിഞ്ഞ ഒരു മണ്ഡലങ്ങൾ. And that was an area where they were going down, paying their mortgages. ആഹാരമില്ലാതെ ജനങ്ങൾ നിലവിളിക്കുന്നു 5-ാം അധ്യായത്തിൽ. And chapter 5 is people didn't have enough food to eat. ഇനി അവർക്ക് രാജകരം കൊടുത്ത് അവർ പലിശ വാങ്ങി പണം വാങ്ങിച്ചിട്ട് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ കുഞ്ഞുങ്ങൾ അടിമകളായി പോകുന്നു. And their children were taken captives in their debts. ആ ഫിനാൻഷ്യൽ ക്രൈസിസിനെ അന്യോന്യം ഭാരങ്ങൾ പങ്കുവെച്ചും സഹകരിച്ചും സഹായിച്ചും മുന്നേറുവാൻ നെഹെമ്യാവ് കൽപ്പന കൊടുത്തു. And Nehemiah counseled them to share the burdens and go forward. അങ്ങനെ ഇപ്പോൾ ഏകദേശം മതിലിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു. And now almost the work of the wall is done. പെട്ടെന്ന് ഇതാ വേറൊരു വിഷയവുമായി പിശാച് മുന്നിലേക്ക് വരികയാണ്. Immediately the enemy is coming forward with another issue. Before we are winning the battle, we need to go through the battle. നമ്മൾ ആ വിജയത്തിന് മുമ്പ് യുദ്ധത്തിൽ കൂടെ കടന്നു പോകണം. We have to go through and experience through the issue. ആ യുദ്ധം ജയിക്കണമെങ്കിൽ യുദ്ധത്തിന് ഒരു തന്ത്രമുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം. And that is why it is called the scheme of the enemy. ജയിക്കുന്നത് നമുക്ക് തോന്നും വളരെ എളുപ്പമാണെന്നൊക്കെ. For us it might seem that it is so easy to പക്ഷേ win. അതിന്റെ പിന്നിൽ പിശാച് കൊണ്ടുവരുന്ന കണികൾ നമ്മൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം. But we have to understand the tricks and the schemes of the enemy. Somebody turn with me to Nehemiah chapter 6. 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ. Nehemiah chapter 6 verse 1 and 2. Please God. ഇതാണ് 5ാമത് അവർ പ്രയോഗിച്ച ഒരു തന്ത്രം. And this was the 5th weapon that they used. Let us meet together in that plain of honor so we can have a meeting over there. നമുക്ക് ഒരു യോഗം കൂടാമെന്ന് പറഞ്ഞു. Let us meet together in the village in the plain of Ono. ഞാൻ ഇതിനെ ആരോ കോംപ്രമൈസ് എന്നാണ് വിളിക്കുന്നത്. പണി പൂർത്തീകരിക്കുന്ന മണ്ഡലമായി. I call this the arrow of compromise. പണി ഇങ്ങനെ ഉച്ചത്തിൽ നിൽക്കുകയാണ്. And the work is progressing. വാതിലൊഴിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും പണിയുടെ പൂർത്തീകരണം നടന്നു. Most of the wall is built except the door. ഇങ്ങനെ വിട്ടാൽ ഈ കാര്യം പൂർത്തീകരിക്കുന്നവർക്ക് ഉറപ്പായി. And the enemy understood that if they are letting them go this way they will finish the wall. സൻബലത്തും തോബിയാവും ഗേശവും കടന്നു എന്ന് പറയുക. പണിയൊക്കെ നിർത്തിയിട്ട് വന്ന് let us meet together in the plain of honor. നമുക്ക് ആ ഓന സമഭൂമിയിൽ ഒരു മീറ്റിംഗ് കൂടാം. And immediately Sanballat, Tobiah and Geshem are coming and saying, let us stop the building and let us meet. നമുക്കൊരു കോംപ്രമൈസിൽ ഇനി അങ്ങ് പോകാം. Let us get into a compromise. രാവിലെ ഞാൻ അതാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. This is what I want to share this morning. ഇന്നലെ രാത്രി നാം ചിന്തിച്ചു തുടങ്ങിയതുപോലെ Last night we started meditating. ആത്മീയ ലോകം ഭൗതിക ലോകവുമായി ഒരു കോംപ്രമൈസിൽ എത്തിയിരിക്കുന്നു. And the spiritual world has entered into a compromise with the physical world. ദൈവസഭ ലോകവുമായി കോംപ്രമൈസിൽ ഒത്തുതീർപ്പിൽ രമ്യതയിൽ എത്തിയിരിക്കുക. The church of God has entered into a compromise with this world. അതിന്റെ മറുപടിയും കൂടെ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. Let us read the answer. അതിന്റെ 3-4 വാക്യങ്ങളിൽ Verse number 3 and 4. ഒരു കോംപ്രമൈസിനു വേണ്ടി സൻബലത്തും തോബിയാവും തയ്യാറായപ്പോൾ, And when Sanballat and Tobiah were ready for a compromise, ഒരു ഭക്തന്റെ മറുപടി. what was the answer of a righteous man? 3-4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. Verse number 3 and 4. ഞാൻ അവരുടെ അടുക്കൽ ആളയച്ചു പറയിച്ചത്, And send them messengers. ഞങ്ങൾ വലിയൊരു വേല ചെയ്തു We വരികയാണ്. are carrying on a great project. ഇത് മുടക്കിയിട്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾക്ക് സമയമില്ല. We don't have time to stop this
season come to you? മലയാളത്തിൽ നല്ല ഭാഷയിൽ ചോദിക്കുന്നു, എന്തിനാ വെറുതെ മെനക്കെടുന്നത്? Why are you toiling for nothing? 4 പ്രാവശ്യം ഇതേ ആവർത്തിച്ചു പറഞ്ഞു. He repeated this 4 times. ഇന്ന് രാവിലെ ഇതാ നമ്മുടെ മറുപടി. This is our answer. We are not ready for any compromise with the world. ഈ ലോകവുമായി ഒരു ഒത്തുതീർപ്പിന് നമ്മൾ തയ്യാറല്ല. We are not ready for any compromise with the world. ഇന്നലെ വായിച്ച വാക്യം ഇതാണല്ലോ, കുഞ്ഞുങ്ങളോട് വായിച്ച വാക്യം. This was the words we read yesterday. റോമർ 12:1 വാക്യം. Romans 12:1. ഈ ലോകത്തിന് അനുരൂപമാകരുത്. Do not conform to this world. അതാ ഇന്ന് രാവിലെ നമ്മുടെ പ്രസംഗ വിഷയം. This is the message today. നിങ്ങളുടെ പണി മുടക്കുവാൻ പല ഒത്തുതീർപ്പുകളുമായി പിശാച് കടന്നു വരും. Enemy might come to you with different schemes. നിങ്ങളുടെ ആത്മീയത്തെ മുടക്കിക്കളയുന്ന അനേക കോംപ്രമൈസുകൾക്ക് നിങ്ങളെ മാടി വിളിക്കും. Enemy might come and invite you to different meetings. This morning it may not be an inspiring message. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്ന് മനസ്സിലാക്കി സ്തോത്രം പറഞ്ഞാൽ മതി. You understand the message and praise God. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയട്ടെ, Let me tell you in the spirit. ലോകവുമായി സഭ ചങ്ങാത്തം കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. We have entered into an area where the church is entering into friendship with the world. ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞതിനെ തിരിച്ചു വിളിച്ചു. Things that were rejected before are being accepted now. ഒരിക്കൽ മാറ്റിവെച്ചതിന് വെള്ളപൂശി വേറൊരു പേര് കെടുത്തും സഭയ്ക്കകത്ത് പ്രവേശിപ്പിക്കുന്ന ഒരു ആത്മീയ മണ്ഡലം. Things that were not used before are being used in the church now. പാപത്തിന് വലിപ്പച്ചെറുപ്പം വെച്ചു. Oh, they measured the sin. അളവും തൂക്കവും മാറ്റി മാറ്റി വെച്ചു. And they measured and weighed the sin. ആ പാപമാണ് കുഴപ്പമില്ല, വലുതാണ് ചെറുതാണ് കുഴപ്പമില്ല, വൈറ്റ് വാഷ് ചെയ്ത് പലതിനും നാം പെർമിഷൻ കൊടുത്തു. They started grading the sin as easy sin and tough sins. മുഖപക്ഷം പാർഷ്യാലിറ്റി തൊമ്മപക്ഷത്തെയൊക്കെ സഭകൾ ആത്മീയ നേതാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചു. And people started encouraging partiality. നാം ഇന്ന് രാവിലെ ഇവിടെ കണ്ടതുപോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽക്കേണ്ട ആത്മീയ നേതാക്കന്മാർ ആത്മാവിന്റെ ഫലത്തേക്കാൾ വരത്തെ പ്രോത്സാഹിപ്പിച്ചു. And people started encouraging partiality and gifts in the church. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞ ഒരു പ്രവചനമോ രോഗശാന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതാ വലുത്, ഫലമൊന്നും വേണ്ട എന്ന് അവർ ചിന്തിച്ചു. And people say did not give and undermine the fruits in the church. ഞാൻ പഠിച്ച വേദപുസ്തകത്തിൽ ദൈവവചനത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ദൈവവേദന്റെ ശത്രു എന്ന് പറയുന്നത് ലോകം, പാപം, പിശാച് എന്ന 3 മണ്ഡലങ്ങളാണ്. And when I read the word of God, I understand that the world, the sin and the enemy are the greatest enemies. ഡിസംബർ മാസത്തിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിൽ ഞാൻ ഇത് പ്രസംഗിച്ചതാണ്. Now one time I preached in a house this message. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. And I remember എന്നാൽ that അന്ന് നിങ്ങൾ പലരും ഇല്ലായിരുന്നു. many of you were not there. അതിന്റെ അല്പം കൂടെ വിശദീകരിച്ചുള്ള ഒരു പ്രസംഗമായി ഇന്ന് രാവിലെ ചെയ്യുന്നത്. I'm going to explain and elaborate that. നിങ്ങളുടെ ഓർമ്മയിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ സ്തോത്രം പറഞ്ഞു, ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ കേട്ട് സ്തോത്രം പറഞ്ഞു. If you remember that, then praise God again. ലോകം, ജഡം, പിശാച്. Oh, world, the sin and this Satan. അല്ലെങ്കിൽ ലോകം, പാപം, പിശാച്. Oh, the world, the sin and Satan. ഇത് 3നോട് ഒരു കോംപ്രമൈസ് വരുത്. You should not have any compromise with ഒരു any of ദൈവവൈദ്യൻ these three. എപ്പോഴും ഓർത്തിരിക്കേണ്ട വസ്തുതയായത്. This is something we should be constantly reminded of. ദൈവവചനത്തിനും ദൈവാലോചനയ്ക്കും വിരോധമായി കലലി ഒന്നിനോടും ഫ്രണ്ട്ഷിപ്പ് അരുത്. Against the word of God, do not have any friendship with the world. ഒന്നാമത് ലോകം. First is world. യേശു പറഞ്ഞു ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. Or do not be amazed if the world is mocking you. കാരണം നിങ്ങൾക്ക് മുമ്പേ അത് എന്നെ പകച്ചിരിക്കുന്നു. Because they have already mocked me. എന്തുകൊണ്ടാണ് ലോകം നിങ്ങളെ പകയ്ക്കുന്നത്? Why is the world mocking you? നിങ്ങൾ ഈ ലോകക്കാരല്ലാത്തത് കൊണ്ട്. Because you are not of the world. നാം ഈ പാർക്കുന്നത് ലോകത്തിലാ, We live in this world. ജീവിക്കുന്നത് ഈ ലോകത്തിലാ, Live in this world. കഴിക്കുന്നത് ഈ ലോകത്തിലാ, Eat in this world. നാം വീട് വെക്കുന്ന ലോകത്തിലാ, We build in this world. ജോലി ചെയ്യുന്ന ലോകത്തിലാ, And we work in this പക്ഷെ world. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. Our citizenship is in heaven. നിങ്ങൾക്ക് ഇന്ത്യയുടെ അമേരിക്കയുടെ പൗരത്വം ഉണ്ടായിരിക്കാം, Might have citizenship in this country. ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കാം. Might have citizenship in many പക്ഷെ ഒരു countries. ദൈവവൈതലിന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് The greatest treasure of a child of God. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. Our citizenship is in heaven. അവിടെ നിന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി വേഗം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe that our King is going to come down from there. ആ നിങ്ങൾക്കുള്ള നിത്യത നഷ്ടപ്പെടുത്തുവാനായി ഈ ലോകത്തിന്റെ ശ്രമം. The world is trying to make you lose your eternity. നാം കേട്ടതുപോലെ പലതും കാണിച്ച് നിങ്ങളെ അത് ആകർഷിക്കും. Many they will try to attract you. നിങ്ങളെ പലതും കാണിച്ചത് വശീകരിക്കും. They will try to create schemes. The world may try to entice you with the many fancies of this world. Praise. That time you should be able to say a big no to that. Hallelujah. Praise. ഇന്ന് പകൽക്കാലം അതിനോട് നോ എന്ന് പറയുന്ന കരുത്തന്മാർ സഭയിലെ കുടുംബങ്ങളിൽ ദേശത്തുണ്ടാകണം. But you should say a no to the world. നിത്യത നഷ്ടപ്പെടുത്തുവാനാണ് ലോകത്തിന്റെ ശ്രമം. The world is trying to make you lose your eternity. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്യം പറഞ്ഞു പോകാം. I'll tell you the verses. യാക്കോബ് 4:4 നാം ഇങ്ങനെ വായിക്കുന്നു. James chapter 4 verse number 4. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. And the friendship with God, with the world is enmity against God. ദൈവത്തെക്കാൾ കൂടുതൽ ഒന്നിനെ സ്നേഹിക്കരുത്. Do not love anything
anything more than God. ലോകത്തിൽ ഒന്നിനെ ആഴമായി സ്നേഹിക്കരുത്. Do not love anything in this world intensely. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ വായിക്കുമ്പോൾ 1 John 2:15 to 17. ലോകത്തിലുള്ളത് ഒന്നിനെയോടും അധികം സ്നേഹം പാടില്ല. You should not love anything in this world dearly. നാം വായിച്ച റോമാലേഖനത്തിൽ പറയുന്നു ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. Do not be conformed to this world but be transformed. In the book of Romans we read, do not be conformed to this world. ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകരുത്. Do not be conformed to this world. അപ്പോൾ അങ്ങനെയെങ്കിൽ how to deal with the attraction and distraction of this world, ഈ ലോകത്തിന്റെ മോഹങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കണം? And how do you deal with the attractions of this world? ഇന്നലെ രാത്രി നമ്മൾ ഇത് പറഞ്ഞു തുടങ്ങിയതാ. And we started debating this നമ്മുടെ last night. വസ്ത്രധാരണം തൊട്ട് നാം ശ്രദ്ധിക്കണം. We should start from the clothes we wear. അപവാദിക്ക് തിന്മ കളവായി പറയുന്ന തരത്തിലുള്ള ഒന്നും നമ്മിൽ നിന്നുണ്ടാകരുത്. Do not have anything in your life so the people can point fingers at നമ്മുടെ you. നടപ്പിൽ സൂക്ഷിക്കണം. Or in your walk. നമ്മുടെ വാക്കിൽ സൂക്ഷിക്കണം. Be careful with your words. നമ്മുടെ ചിന്തയിൽ സൂക്ഷിക്കണം. Be careful with your thoughts. ലോകം അകത്ത് തരുന്ന സകലത്തെയും തിരിച്ചറിയുവാനുള്ള ആത്മീയ വിവേചനം നമുക്കുണ്ടായിരിക്കണം. We should have spiritual discernment for things of this world. അതിന് തെളിവായി ഞാൻ ലോകം തരുന്ന 3 ഓഫർ പറയാം. I'll give you 3 offers that the word will give ഞാൻ you. ഓർപ്പിച്ചത് ഞാൻ പ്രസംഗിച്ചതാണ്, വീണ്ടും ഞാൻ ഇത് ആവർത്തിക്കുന്നു. I'm going to remind you this once again. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. Judges chapter 9, 8 to 11. അവിടെ കാണുന്ന ലോകം തരുന്ന ഒരു ഓഫറാണ് കാണുന്നത്. We see an offer that the word will give you. 3 വൃക്ഷങ്ങളുടെ കഥയാണ് അവിടെ പറയുന്നത്. It is a story of 3 trees. അവിടെ ഇങ്ങനെ ഒന്നാമതാണ് The first story, വൃക്ഷങ്ങൾക്കെല്ലാം കൂടെ ഒരു വലിയൊരു ആഗ്രഹം. the trees had a great desire. നമുക്കൊരു രാജാവ് വേണം. We want a king. ഏറ്റവും നല്ല പോസ്റ്റാണ്. It's a great post. സാധാരണ ഒരു ജാതിയല്ല ഇത്. It is not a tribe. ലോകത്തിലുള്ള സകല വൃക്ഷങ്ങൾക്കും, It is every tree in the world. പേരുള്ളതും പേരില്ലാത്തതുമായ സകല വൃക്ഷങ്ങൾക്കും ഒരു രാജാവ്. Trees that are named and unnamed trees, they The want a most king. desirable and dignified post on those days. ആ സമയത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം. That was the greatest post during that time. അവസാനം തീരുമാനിച്ചു നമുക്ക് ആരെ വേണം. At that time, at the end, they decided. അവരെല്ലാവരും കൂടെ ഒലിവ് വൃക്ഷത്തിന്റെ അടുക്കൽ പോയി. They went to the olive tree. വായിക്കാൻ സമയമില്ല, നിങ്ങൾ അതുകൊണ്ട് നോക്കി സ്ക്രീനിൽ നോക്കിയാൽ മതി. Look at the screen. ഒലിവ് വൃക്ഷത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, They went to olive tree. നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാം. You come and be a king for us. എന്തായിരുന്നു ഒലിവ് വൃക്ഷത്തിന്റെ മറുപടി? You know how olive tree replied? ഇതിലും നല്ല ഒരു പോസ്റ്റിന് ലഭിക്കാനില്ല. This is a great post. പക്ഷെ ഒലിവ് വൃക്ഷം പറഞ്ഞൊരു മറുപടി ഉണ്ട്. But the olive tree replied this way. അതിന്റെ 9-ാം വാക്യം, Verse number 9. ദൈവവും മനുഷ്യരും പുകഴ്ത്തുവാൻ കാരണമായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ കളഞ്ഞിട്ട് ഈ വൃക്ഷങ്ങളുടെ മേൽ ഞാൻ ആടുവാൻ പോകുകയില്ല. I will not go to sway over the trees, leaving what God has given me. ദൈവത്തിനും മനുഷ്യനും പുകഴ്ത്തുവാൻ കാരണമായൊരു പുഷ്ടി എന്റെ അകത്തുണ്ട്. I have something inside me that the people and God will praise me about. വേദപുസ്തകത്തിലെ പുഷ്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അഭിഷേകം എന്ന പദമാണ്. The word of God, it says it is anointing on your life. അതാണ് യെശയ്യാവ് 10:27 വാക്യം വായിക്കുന്നത്, പുഷ്ടി നിമിത്തം മുഖം തറന്നു പോകും. The anointing will break all the yoke. Isaiah 10:27 says the anointing will break all the yoke. ആലയത്തിലെ പുഷ്ടി കൊണ്ട് ഞാൻ തൃപ്തരാകുമെന്ന് പറയുന്നത് ആലയത്തിൽ ഒഴുകുന്ന നന്മ കൊണ്ട് തൃപ്തരാകുമെന്നാണ്. It is because of the prosperity in the church that we will be blessed by anointing. ഈ രാജാവാകുവാൻ ഒരു അവസരം കിട്ടിയപ്പോൾ, When he got a chance to be the king, എന്താ ഒലിവൃക്ഷം പറഞ്ഞത്? you know how olive tree replied? നമ്മളാണെങ്കിൽ എപ്പോ രാജാവായി നോക്കിയാൽ മതി. If we will always want to be king, അന്നേരം നമ്മളെല്ലാം കിങ് ആയേനെ. immediately we will be പക്ഷെ king. ഒലിവൃക്ഷം പറയുന്നു, But this is how olive tree ഇത് ദൈവഹിതമായുള്ള രാജാവല്ല. This might not be God's will. മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന ഒരു രാജാവാ ഇത്. This is what people's will. എന്റെ അൾട്ടിമേറ്റ് ഗോള്, My ultimate goal. ദൈവം പുകഴ്ത്തുന്ന ഒരു പുഷ്ടി എനിക്കുണ്ട്. I have a prosperity inside me given by God. എന്താ ദൈവം പുകഴ്ത്തുന്ന പുഷ്ടി? What is that from God? ആലയത്തിൽ ഞാൻ വെളിച്ചം പകരേണ്ട, സൗരഭ്യം പകരേണ്ട, ഒലിവെണ്ണ ചൊരുത്തേണ്ട ഒരു ഒലിവുങ്കായാണ് ഞാൻ. I am a tree that gives olive oil for the church. അതിന് ഒരുപക്ഷെ ഞാൻ കടന്നു പോകുന്നത് വലിയ വേദനയിൽ കൂടുതലായിരിക്കാം. Maybe I am going through trouble and pain because of that. മാർബിളിന്റെ സ്റ്റോറി കേട്ടല്ലോ. We heard marble story. ഒലിവുങ്ക മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഉരുളിലിട്ട് ഉലക്ക പോലെ അവൽ പോലെ ഇടിച്ച് തെളിവുള്ള ഒളിവെണ്ണ എടുക്കുമ്പോൾ, When the olive seeds are crushed and the oil is coming from there, മറ്റു വൃക്ഷങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് ഇങ്ങനെ പറയും, the other trees will look at നീ that. എന്തിനാ ചതഞ്ഞരയുന്നേ? Why are you being crushed? നീ എന്തിനാ പൊടിയാകുന്നത്? Why are you being powdered? പക്ഷെ ഒലിവിനൊരു സാക്ഷ്യം പറയാം, Olive tree can ഞാൻ say, ചതഞ്ഞതും അരഞ്ഞതും വെറുതെയല്ല, I was not crushed for nothing. ഞാൻ തകർന്നതും ഉടഞ്ഞതും വെറുതെയല്ല. I was bruised for a purpose. ആലയത്തിൽ സുഗന്ധം പരത്തുന്ന ഒരു സൗരഭ്യം എന്റെ അകത്തു നിന്ന് പുറത്തെടുക്കുവാൻ സ്വർഗം എന്നെ ചതച്ചതിനാൽ ഇന്ന് രാവിലെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. Heaven has crushed me so that I can be a fragrance to the
sanctuary. അനേകർ അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ Many people are searching in the darkness. ആലയത്തിലെ വിളക്കുകളിൽ ഒഴിക്കത്തക്കവണ്ണം പരിശുദ്ധ എണ്ണയായി എന്നെ ചതച്ചെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിൽ ഇന്ന് രാവിലെ ഞാൻ സന്തോഷിക്കുന്നു. Thank God because He had pleased in me to crush me. ഇതാ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം. That is the purpose of God ഈ for you. മനുഷ്യൻ പുകഴ്ത്തുന്നതാണ് ഞങ്ങളെ. If people will praise you, എന്താ മനുഷ്യൻ പുകഴ്ത്തുന്നത്? you know how people praise you. മനുഷ്യന്റെ മുഖത്തെ മിനുക്കുന്ന എണ്ണയാണ് ഒലിവെണ്ണയാണെന്ന് വചനം പറയുന്നു. The word of God says it is used to put on the face. ശരീരത്തിന് പോഷണം കൊടുക്കുന്നതാണ് ഒലിവെണ്ണ. And it gives strength to the body. മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന, And it helps other people. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ഒരു ജീവിതമാണ് നിന്റെ ജീവിതം സഹോദര സഹോദരി. Your life is going to be beneficial to others. ഇത് കളഞ്ഞിട്ട് ലോകത്തിന്റെ പുറകെ ആടിപ്പാടാൻ പോകരുതെന്ന്. Do not leave this behind and go after the world. ആലയത്തിൽ മുഴങ്ങേണ്ട നിന്റെ ശബ്ദം The sound that should come in the church, ലോകത്തിന് വേണ്ടി മുടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't want you to use that in the world. മനുഷ്യർക്ക് ആനന്ദം പകരേണ്ട കൃപയുടെ ജ്വലനം The grace that is inside you, പിശാചിന്റെ കയ്യിലെ ആയുധമായി പോകലെന്ന് ദൈവത്തിന് താല്പര്യമുണ്ട്. do not let that be used by the enemy. അത്രമാത്രം കൃപ തന്ന സ്വർഗം നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്. Heaven has poured so much grace upon you. എന്താ പാസ്റ്റർ അതിന് തെളിവ്? Oh, Pastor, what is the proof? 52 സങ്കീർത്തനം 8 വാക്യം. Psalms 52 verse number 8. ഒലിവൃക്ഷത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, And it says there, ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെയാകുന്നു. I am like a olive tree planted in the sanctuary of അപ്പൊ നീ God. എവിടെല്ലാം തഴയ്ക്കും സഹോദര? Where will you be planted? സഹോദരി നീ എവിടൊക്കെ പ്രയോജനപ്പെടും? Where will you be used? എല്ലാവരും തകരുന്നിടത്തും നീ പ്രയോജനപ്പെടും. People fail in certain areas, you will prosper. എന്താ അതിന്റെ തെളിവ്? What is the proof? ഉൽപ്പത്തി പുസ്തകം 7 അധ്യായം 11 വാക്യം. Genesis chapter 7 verse number 11. 2 മാസം 17 തീയതി മഴ പെയ്യുവാൻ തുടങ്ങി. Second month, the 17th day, the rain started. ആ മഴ ഏകദേശം 40 രാവും 40 പകലും നീണ്ടു നിന്നു. Rained for 40 days and 40 nights. ഭൂമിയുടെ ഉറവകൾ തുറന്നു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. The sources in the earth opened and the doors and windows in heaven സർവ്വഭൂമിയും opened. വെള്ളം കൊണ്ട് നിറഞ്ഞു. Everything was filled with water. 8 അധ്യായം 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ Chapter 8 verse number 1 to 11. 10 മാസം 1 തീയതി മുതൽ വെള്ളത്തിന് താഴ്ച തുടങ്ങി. 10th month, the first day onward, water starts ചില receding. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ കാണാൻ തുടങ്ങി. After some days, you could see the top of the mountain. 8 അധ്യായത്തിന്റെ 11 വാക്യം വരുമ്പോൾ Chapter 8 verse number 11. 12 മാസം 17 തീയതിയാണ് ഒരു പ്രാവ് പുറത്തുപോയി പച്ച ഒലിവിലയുമായി വരുന്നത്. On the 12th month, the 17th day, you see a dove coming back with a leaf. ഇന്നത്തെ 30 days അല്ല, അന്നത്തെ മാസം ഒന്നും കൂടെ ഓർത്തോ. The 30 days today is not the same time period അതുകൊണ്ട് there. ദിവസമെല്ലാം കളഞ്ഞിട്ട് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. We could say it this way. 7 മാസം 11 തീയതി 2 മാസം 17 തീയതി മുതൽ 12 മാസം 17 തീയതി വരെ Or second month 17th day to 12th month 17th day. ഏകദേശം 10 മാസം 10 long months. വെള്ളത്തിനടിയിൽ കിടന്ന ഒരു ഒലിവൃക്ഷം. Oh, this tree was under the water. സകല വൃക്ഷങ്ങളും അഴുകി ജീർണിച്ചു പോയപ്പോൾ When other trees decayed during the time, ഇതാ ഒരു പച്ച ഒലിവിലയുമായി ഒരു ഒലിവൃക്ഷം you നിൽക്കുന്നു. would see this olive tree survive. ദൈവം നിന്നെ നട്ടതാണെങ്കിൽ, If God has planted you, ചതഞ്ഞാലും അരഞ്ഞാലും നീ സുഗന്ധമേ കൊടുക്കത്തുള്ളെങ്കിൽ, you might be crushed, you might go through pain. മറ്റുള്ളവർക്ക് വെളിച്ചം പകരേണ്ട ജീവിതമാണ് നിന്റെ എങ്കിൽ, If your life is to give light unto നിന്റെ others, തലയ്ക്ക് മുകളിൽ വെള്ളം മൂടിയാലും, you might be overflowing നിന്റെ with water. കുടുംബത്തിന് മുകളിൽ കൂടി ശത്രു ഒഴുക്കിയാലും, The water might be overflowing നിന്റെ you, പച്ച വാടിപ്പോകാതെ, but you will still be നിന്റെ fresh. തിളക്കം കുറയാതെ, You will still be നിന്റെ bright. സുഗന്ധം ചോരാതെ, You will be still producing fragrance. വെള്ളത്തിനടിയിലും പരിപാലിക്കുന്ന ദൈവത്തിന് ഇന്ന് രാവിലെ സ്തോത്രം പറയണം. Let us praise God who would keep us safe during that time. ആഴി നിന്റെ തലയ്ക്ക് മീതെ മൂടട്ടെ. Let people come over your head. ഇടത്തും വലത്തും നിന്ന വൃക്ഷങ്ങൾ കടപുഴകി വീണോ. The trees on either side of you are going to die. നിന്റെ പ്രായമുള്ളവർ, The same people your age, നിന്നേക്കാൾ ആരോഗ്യമുള്ളവർ, people stronger than you, നിന്നേക്കാൾ സൗന്ദര്യമുള്ളവർ, people beautiful than നിന്നേക്കാൾ you, വിദ്യാഭ്യാസമുള്ളവർ, people more educated than നിന്നേക്കാൾ you, ഉയരമുള്ളവർ, people higher than you, നിന്നേക്കാൾ ആഴത്തിൽ വേരുള്ളവർ, people who are deep rooted than you, നിന്നേക്കാൾ പ്രയോജനപ്പെട്ടവർ, people who are more useful than അഡ്രസ് you. ഇല്ലാതെ പോയ മണ്ഡലത്തിൽ When they went to a different place, പച്ച ഒലിവിലയുമായി, but you were still fresh. തളർക്കുന്ന കൊമ്പുമായി During that time, ഇന്ന് പകൽക്കാലം നിന്നെ കൂട്ടിവരുത്തി ദൈവത്തിന്റെ ഉദ്ദേശം, God had a purpose for your life. നീ വൃക്ഷത്തിന്റെ മേൽ ആടുവാൻ പോകാനല്ല, You do not go to the world. ലോകത്തിന്റെ കൂടെ ആടിപ്പാടാനല്ല, You don't want to sway with the world. കാണുന്നതിനും കേൾക്കുന്നതിനും കൈ കൊടുക്കുവാനല്ല, Don't go hand, shake hands with the ലോകം world. പറയുന്നതിനൊപ്പം തുള്ളാനല്ല. Don't jump around with the ദൈവം world. നിന്നെ വിളിച്ചത് God has called you for a ആലയത്തിൽ purpose. പ്രയോജനപ്പെടാൻ. You will be beneficial for God. റിബന, ഹത്തര, രഗനബല, ഔഷരാധികന. യേശുവിന്റെ നാമത്തിൽ, Praise the Lord. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. സാക്ഷ്യം പറഞ്ഞാട്ട് ഞാൻ പോവുകയില്ല. I will not go. റിബല, ബല, ഹത്തര, ദന. Praise God.
Praise the Lord. Hallelujah. ഇത് കളഞ്ഞിട്ട് What are you going to leave behind? ഞാൻ വൃക്ഷത്തിന്റെ മേൽ ആടാൻ പോകത്തില്ല. I will not go to sway and Once dance. you recognize the very purpose of God about your life, you will make any compromise with the world. ഇന്ന് പകൽക്കാലം ആ ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞാൽ ലോകവുമായി കൈ കൊടുക്കത്തില്ല. Once you understand the purpose of God, you will not go and shake hands with the world. മടങ്ങി വരാൻ ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യത്തിലേക്ക്. Let's come to Judges chapter 9, next verse. അടുത്തത് അവർ ചെന്നത് അത്തിവൃക്ഷത്തിനടുക്കല. And next they went to the fig tree. അത്തിയോട് ചോദിച്ചു. They asked the fig tree. അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Verse number 10. അത്തിയോട് ചോദിക്കുക, And they asking the fig നീ tree, ഞങ്ങൾക്ക് രാജാവായിരിക്കാമോ? can you be a king over us? എന്തായിരുന്നു അത്തിവൃക്ഷത്തിന്റെ മറുപടി? You know how the fig tree എന്റെ responded? മധുരവും Oh, the sweetness that I എന്റെ have. വിശേഷപ്പെട്ട പഴവും. Oh, the great fruit that I have. അത്തിയെ കുറിച്ച് അല്പം മുമ്പ് കേട്ടല്ലോ. You have heard about fig tree now. അത്തിയിൽ 2 തരത്തിലുള്ള ഫലങ്ങളുണ്ട്. Two different types of fruit. ടെമ്പററി ഫ്രൂട്ട് ആൻഡ് പെർമനന്റ് ഫ്രൂട്ട്. തലക്കനികൾ എന്നാണ് മലയാള പദത്തിൽ There ഉപയോഗിച്ചിരിക്കുന്നത്. is a temporary and a permanent fruit. തലക്കനികളായ അത്തിപ്പഴങ്ങളുണ്ട്. There are temporary and permanent എന്റെ fruit. വിശേഷപ്പെട്ട പഴവും. Oh, that is a special ഞാൻ fruit. കളഞ്ഞിട്ട് ലോകത്തിന്റെ പുറകെ പോകത്തില്ല. Am I going to reject that and go after the ഒന്ന് world? എന്റെ മധുരം. First, my sweetness. മറ്റുള്ളവർക്ക് മധുരം കൊടുക്കുന്നവനാ നീ. Oh, you are a person who gives sweetness to others. മാതാപിതാക്കൾക്ക് നീ ഒരു മധുരമായിരിക്കണം. You should be a sweetness to your parents. മറ്റുള്ളവർ നിന്നെ ഓർത്ത് കരയുവാൻ അവസരം ഉണ്ടാകല്ലേ. Do not create an opportunity where others are going to weep over you. മറ്റുള്ളവർക്ക് കൈപ്പായി തീരല്ലേ. Do not be a bitterness for others. എന്നോടും നിങ്ങളോടും ദൈവാത്മാവ് പറയുന്നു. The Spirit of God is telling you. കുഞ്ഞുങ്ങളോട് പറയുന്നു. To the children. മാതാപിതാക്കളോട് പറയുന്നു. To the parents. ദേശത്തോട് ദൈവാത്മാവ് പറയുന്നു. To the nation. We should be sweetness to the entire nation, people. Hallelujah. മറ്റുള്ളവർക്ക് നാം ഒരു ആശ്വാസമായിരിക്കണം. We should be comfort to the world. വിശേഷപ്പെട്ട ഫലം. It's a special fruit. ഇത് കളയല്ല കേട്ടോ. Do not lose that fruit. ദൈവവേദനയിലെ നമ്മുടെ സ്വത്തെന്ന് പറഞ്ഞ ഇതാ. This is our treasure. അത്തിയുടെ വിശേഷത എന്താ? What is the specialty of fig tree? അത്തിക്ക് എന്ത് വിശേഷത? Oh, what specialty of fig tree യെശയ്യാ has? 38:31 നാം ഇങ്ങനെ വായിക്കുന്നു. Isaiah 38:31 says, ഹിസ്കിയാവിന് സുഖമില്ലാതെ കിടക്കുന്നു. Hezekiah was sick മരിക്കാറായി കിടക്കുക. and he is about to die. ദൈവാലോചനയ്ക്ക് അടുത്ത 15 വർഷം ജീവിക്കുമെന്ന് പറഞ്ഞു. The word of God said he is going to live for 15 more ദൈവം ഒരു years. മെഡിസിൻ കൊടുത്തതിനു വേണ്ടി. God gave him a medicine. യെശയ്യാ 38:31. Oh, Isaiah 38:31. അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് ഹല്ലേലൂയ യെശയ്യാവിന്റെ പരുവിലിട്ടു അവൻ സൗഖ്യമായി. And the fruit was brought there. സഹോദരാ നിന്നോട് ചോദിക്കട്ടെ, And he was healed. നിനക്ക് ലോകത്തിൽ കൂടെ ആടുവാൻ അവസരമുണ്ട്. You have a chance to go and dance with the But there world. is a healing balm that is hidden with you. നിന്റെ അകത്തൊരു സൗഖ്യത്തിന്റെ ശക്തിയുണ്ട്. But there is a healing balm hidden within us. മറ്റുള്ളവരുടെ മുറിവുണക്കുന്ന, You are called to heal others. മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന, You are called to help others. മറ്റുള്ളവരെ പണിയുന്ന, You are called to build others. മറ്റുള്ളവർക്ക് ഉയർത്തുന്ന So that you raise others ചില up. മുറിവുകളെ ഉണക്കുന്ന ഒരു ശുശ്രൂഷ നിനക്കുണ്ട്. You have been given that ഇത് ministry. കളഞ്ഞിട്ട് നീ ലോകത്തിന്റെ പുറകെ ആടാൻ പോകല്ലേ. Are you going to leave that and go and dance with the പാപത്തിന്റെ world? മുറിവേറ്റ, പാപത്തിന്റെ മുറിവേറ്റ, When you are having the pain of sin, പാപത്തിന്റെ മുറിവേറ്റ, that suffering from sin, ഇടം കൈ വലം കൈ തിരിച്ചറിയാത്ത, without knowing what the sin is, ലക്ഷങ്ങൾ നാശത്തിലേക്ക് പോകുമ്പോൾ and thousands and millions are going അതിന്റെ into. മുറിവുണക്കുന്ന കൃപ നിന്റെ അകത്ത് ഞാൻ തന്നിട്ട് But God has given the grace inside you. അത് പ്രാർത്ഥനയിലും ആരാധനയിലും ശുശ്രൂഷയിലും തെളിയിക്കാതെ You have to prove that in the prayer. and in ലോകത്തിന്റെ your പുറകെ നീ ആടുവാൻ പോയാൽ അതിന്റെ ഉദ്ദേശത്തിൽ നീ തെറ്റി. But if you leave this and go after the world, ഇന്ന് പകൽക്കാലം നമ്മുടെ വെളിപ്പാട് നാം തിരിച്ചറിയണം. you should understand your revelation this morning. അടുത്തത് അവർ ഓടിച്ചെല്ലുന്നത് എവിടാന്നറിയാമോ? ഹല്ലേലൂയ, മുന്തിരിവള്ളി എടുക്കല. And next they're going to the vine tree. മുന്തിരിവള്ളിയോടെ എന്ന് പറഞ്ഞു, They went to the vine. നീ വന്ന് രാജാവായിരിക്കും. Oh, you come and be a king over us. എന്താ മുന്തിരിവള്ളി പറഞ്ഞത്? You know how the king vine tree ദൈവത്തെയും responded. മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ കളഞ്ഞിട്ട് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? Am I going to forsake the vine that I have and go and dance with the world? ഇവിടെ 2 ഗുണങ്ങളാ പറയുന്നത്. There are 2 greatness about the vine. ഞാൻ ദൈവത്തിനൊരു ആനന്ദമാ. First is I am gladness unto God. ഞാൻ മനുഷ്യർക്കൊരു ആനന്ദമാ. Second, I am a gladness unto ഒരു people. ദൈവപൈതലിന്റെ ജീവിതം ഇതായിരിക്കണം. This should be the life of a child of God. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു, The psalmist is praying. May the words of my mouth and meditation of my heart be acceptable unto you, O Lord. Hallelujah. എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും യഹോവയ്ക്ക് പ്രസാദമായിരിക്കട്ടെ. Praise God. Let the words of my mouth and the meditation of my heart be acceptable unto you. ഇവിടെ മുന്തിരിവള്ളി പറയാ, And here the vine is saying, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പോസ്റ്റ് ആയത്. this is the best post I could get. എത്ര നാളായി വള്ളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്? I have been this vine tree for so ഈ long. വലിയ വൃക്ഷങ്ങളെയൊക്കെ ഒന്ന് ഭരിക്കാൻ കിട്ടിയ നല്ല സന്തോഷം. I got an opportunity to പെട്ടെന്ന് rule over other trees. പെട്ടെന്ന് തന്റെ പർപ്പസ് തിരിച്ചറിഞ്ഞു. Immediately he realized
realize this ഞാൻ purpose. ദൈവത്തിനൊരു ആനന്ദമാ. I am a gladness to God. നിങ്ങൾ ദൈവത്തിനൊരു ആനന്ദമാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? How many of you know that you are gladness and happiness to God? നമ്മുടെ പലപ്പോഴുള്ള സംസാരം കേട്ടാൽ Sometimes when you hear us talk, ദൈവത്തിന് നമ്മുടെ ദേഷ്യമാണെന്ന് തോന്നും. you feel like God is angry at കർത്താവേ, us. നീ ഇത് കാണുന്നില്ലയോ? Oh Lord, have you not seen? അന്നേരം ഇരിക്കുന്ന ദൈവത്തിന്റെ തോളല. Or you are sitting on the shoulder of God. കർത്താവിനോട് ചോദിക്കും, You would ask God, ഇതൊന്നും നീ അറിയുന്നില്ലയോ? are you not seeing what I am going through? ഇരിക്കുന്നത് ഉള്ളം കയ്യിലാ. Oh, but God, you are in God's hands. എന്നാലും ഒരു കാര്യം ഓർത്തോണം, But you should remember, കുഞ്ഞെ, നീ ദൈവത്തിനൊരു ആനന്ദമാ. oh, you are a rejoicing You thing are to God. you are the delight of God. You are Praise precious in the eyes of the Lord. നീ Hallelujah. ദൈവത്തിനൊരു ആനന്ദമാ. You are a delight unto God. കൊച്ചു കുഞ്ഞ് സംസാരിക്കുമ്പോൾ When a small child speaks, ഡാഡിക്കും മമ്മിക്കും എന്ത് സന്തോഷമെന്നറിയാവോ? the parents are so happy. എന്തോ പറയുന്നവർക്ക് വിഷയമല്ല. Doesn't matter what the child നിന്റെ is saying. പാട്ട് ദൈവത്തിനൊരു ആനന്ദമാ. Your song is a gladness, the delight unto God. ഞാൻ അവന് രണ്ട് കൈ കൊടുത്തു. I gave him 2 ആ hands. കൈയടിച്ചവൻ എന്നെ ആരാധിക്കുന്നല്ലോ. Oh, he is clapping hands and praising ഞാൻ me. രണ്ട് കാല് കൊടുത്തു. I gave him 2 legs. പാപത്തിന് ചുവട് വെക്കാതെ He is not walking in sin. ദൈവസന്നിധി നടക്കുന്നല്ലോ. He is walking in my അത് presence. ദൈവത്തിന് ആനന്ദമാ. You are a delight unto ഞാൻ അവന് God. രണ്ട് ചെവി കൊടുത്തു. I gave him 2 ears. ലോകത്തിലുള്ളതിന്റെ പുറകെ പോകാതെ He is not going after the world. ദൈവശബ്ദം കേൾക്കുന്നുവല്ലോ. He is hearing to the ദൈവത്തിന് counsel of ആനന്ദമാണ് നിന്നെ God. കുറിച്ച്. You are a delight ഞാൻ unto അവന് God. നാവ് കൊടുത്തു. I gave him tongue. ദൈവകാര്യങ്ങൾ സംസാരിക്കുന്നുവല്ലോ. He is speaking about me. ദൈവത്തിന് ആനന്ദമാ. You are a delight നമുക്ക് unto God. ധൈര്യത്തോടെ പറഞ്ഞാട്ട്, Yes, praise God. ഞാൻ ദൈവത്തിനൊരു ആനന്ദമാ. Say that I am a delight നിന്റെ unto പാട്ട് God. ഒരു ആനന്ദമാ. You are a delight നിന്റെ unto God. പ്രാർത്ഥന ഒരു ആനന്ദമാ. Your prayer is a delight. നിന്റെ ജീവിതം സ്വർഗ്ഗത്തിനൊരു അഭിമാനമാ. Your life is a delight unto God. അവരെ കുറിച്ച് ഈ വചനം പറയുന്നു, And about him the word says, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ ദൈവത്തിന് ഒരു ലജ്ജയില്ല. he was not ashamed to be called their God. ആരുടെ മുമ്പിൽ ദൈവം പറയും, God will say before ഞാൻ ഇന്ന anybody, ആളിന്റെ ദൈവമാ, I am that ഞാൻ person's ഇന്ന God. വ്യക്തിയുടെ ദൈവമാ. I am that person's ഇന്ന് God. പകൽക്കാലം അതോർത്ത് സ്തോത്രം ചെയ്യണം. Let us thank God for that. അതുപോലെ ഒലു പറയുന്നത്, And Olive is saying, ഞാനല്ല മനുഷ്യർക്കൊരു ആനന്ദമാ, I am a happiness unto people. മറ്റുള്ളവർക്ക് നിന്റെ സാമീപ്യം കുളിർമ പകരണോ. It should become you should be a pleasant experience with others. 104 സങ്കീർത്തനം 15 വാക്യം, Psalms 104 verse number 15. മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞ് ഭൂമിയിൽ നിന്നും ഉളവായി വരുന്നു. Oh, the wine is coming from the earth. സമയം ഒത്തിരി പോയല്ലോ. Praise God. ഒന്ന് ലോകമായിട്ട് ഒരു കോംപ്രമൈസ് വരുത്. First thing, should not have a compromise with the world. സ്ഥാനങ്ങളും മാനങ്ങളും വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു I'm വരുന്നത്. not saying you should be rejecting all positions. ദൈവഹിതത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുന്ന ഒരു ഓഫർ വന്നാൽ, If you have an offer that is taking you away from the grace of just God, compare that in the balance of the Lord. ദൈവത്തിന്റെ തുലാസിൽ ഒന്ന് തൂക്കി നോക്കണം. compare that with the scales of God. കൃപ പോകുന്ന വിഷയമാണെങ്കിൽ, If it is a matter that makes you no lose grace, fellowship and no friendship with that. do not have any compromise with ഇന്നലെ that. രാത്രി പറഞ്ഞ ദൂത് ഞാൻ ആവർത്തിക്കട്ടെ. Last night I said, ഈ ലോകത്തിൽ നമ്മൾ വിട്ടുപോകുന്നവരല്ല, we are not going to leave ഈ this world. ലോകത്തിൽ ജീവിച്ചുകൊണ്ട്. We are going to live in this world. ഞാൻ ഒരിക്കൽ ഓർപ്പിച്ച് ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു, I will repeat once again. ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം The greatest miracle that I have seen, പച്ചവെള്ളം വീഞ്ഞായതോ, is not that the water was turned to wine, ലാസറിനെ 4 ദിവസം കഴിഞ്ഞ് എഴുന്നേൽപ്പിച്ചൊന്നുമല്ല. not that Lazarus was raised up. ഇതൊക്കെ സ്വർഗത്തിലെ സാധാരണ സംഭവം. Those are normal things in heaven. നമുക്ക് ഇതൊക്കെ അത്ഭുതം. It is a miracle to us, ഏറ്റവും വലിയ അത്ഭുതം, but the greatest miracle, അശുദ്ധനായിരുന്ന എന്നെ, me who was unholy, ആർക്കും പ്രയോജനമില്ലാത്ത എന്നെയും നിങ്ങളെയും me who was useless, രക്തത്താൽ കഴുകി ശുദ്ധമാക്കിയിട്ട്, he washed me with his blood. അശുദ്ധി നിറഞ്ഞ ഒരു ലോകത്ത് In this world which is unholy, കളങ്കമില്ലാത്തവരെ ജീവിപ്പാൻ helps me to lead a holy life. പകർന്ന ദൈവമത്തിന്റെ അത്ഭുതം എത്ര വലുതാ. He gave me grace to lead a holy life. നമ്മളെ ഐസൊലേറ്റ് ചെയ്തല്ല ദൈവം പാർപ്പിച്ചിരിക്കുന്നത്. Oh, God has isolated us. നമ്മെ ഐസൊലേറ്റ് ചെയ്തല്ല We are പ്രാപിച്ചിരിക്കുന്നത്. not isolated in this world. കോസുകാരെല്ലാം കൂടെ ഗോഷൻ ദേശത്ത് പാർക്കുകയല്ല, We are not living in a Goshen land, പക്ഷെ ഇൻസുലേറ്റ് ചെയ്ത് but we are insulated ലോകം പാപം പിശാച് അകത്ത് കയറാതെ so that the world, the sin and the enemy cannot come മൂടിയ inside. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Thank God because of the separation He has given you. Praise the Lord. Praise God. Hallelujah. Praise God. അടുത്തത് നാം കോംപ്രമൈസ് ആവരുത് ജഡത്തോട് പാപത്തോട്. Oh, next we should not compromise with the flesh or sin. ഈ 150 പൗണ്ട് തൂക്കമുള്ള, This 150 pounds, 200 പൗണ്ട് തൂക്കമുള്ള, 200 pounds, ഈ 40 പൗണ്ട് ഉള്ള 40 pounds, നിങ്ങളുടെ ഈ ഫ്ലഷ് ഉണ്ടല്ലോ, this flesh that we have, ഒരു വലിയ ശത്രുവാണെന്ന് ഓർത്തോണം. remember it's a great നിങ്ങളുടെ enemy. അകത്ത് മനുഷ്യനെ ഞെരിച്ചു കൊല്ലുന്ന ഒരു പാപത്തിന്റെ പ്രവൃത്തി ഈ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. There is something about sin in this body that will crush the inner man. Never make any compromise with the desire of the flesh. ഈ ജഡത്തിന്റെ ഇച്ഛകളുമായി ഒരു കൈത്താങ്ങലും ഒരു കോംപ്രമൈസ് നമുക്ക് വേണ്ട. Never make a compromise with the desire of this flesh. ശരിയും തെറ്റും തിരിച്ചറിയാതെ വണ്ണം, Without understanding what the right or wrong is. നമ്മുടെ മനസ്സിനെ വഞ്ചിക്കുന്ന പിശാച് The enemy tries to trick our mind. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം തോന്നും. When you do it, you will be having a guilty feeling. Are you with me? Are you with me? Are you with me?
I am with you always, don't Praise worry. God. Hallelujah. നമ്മുടെ ശരീരത്തിന് അന്ന് ആദ്യമേ തെറ്റായിട്ട് തോന്നത്തില്ല. First, we might think it's not wrong. ആകർഷിച്ച് വശീകരിക്കുന്ന മണ്ഡലങ്ങൾ. Or it will try to tempt you and attract ഇത് you. ജഡത്തിന്റെ ഒരു വലിയ ക്രൂരതയാ കേട്ടോ. That is the great cruelty of this flesh. ജഡം പലപ്പോഴും നിങ്ങളെ വശീകരിക്കും. Many times the flesh will try to attract you. കാണുന്നത്, കുടിക്കുന്നത്, ധരിക്കുന്നത്, ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാലഘട്ടം. It is a time to be careful about what you eat, what you wear. 101 സങ്കീർത്തനം നാം ഇങ്ങനെ വായിക്കുന്നു. Psalm 101 says, ഞാൻ അല്ലെങ്കിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. I will be with a righteous heart. ഒരു നീച കാര്യം ഞാൻ എന്റെ കണ്ണിന് മുമ്പിൽ വെൽക്കത്തില്ല. I will not keep anything unclean before my eyes. ക്രമംകെട്ടവരുടെ വഴിയെ ഞാൻ വെറുക്കുന്നു. I hate the ways of the wicked. പെന്തക്കോസ്ത് എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല ജീവിക്കാൻ. It is not an easy thing to lead a Pentecostal ആത്മാവിൻ life. ജീവിതം, ആനന്ദ ജീവിതം ഒന്ന് പാടാൻ എളുപ്പമാണ്. It is easy to sing the spiritual life, പക്ഷേ is the rejoicing. അവസാനത്തോളം പോരാടേണ്ട ഒരു ജീവിതമാണ്. But it is a life where we have to fight till the end. എന്താ സഭകളിൽ ആള് കൂടാത്തത്? Why are people not coming to church? ഐ പാസ്റ്റർഡ് ഇൻ എ മെഗാ ചർച്ച്. അതിൽ ഞാൻ വലിയ സഭകളിൽ ഇരുന്നിട്ടുണ്ട്. I have said pastored in mega churches. നമ്മൾ ചെറിയ ഒരു അയവ് വെച്ച് കൊടുത്താൽ If you loosen a little bit, വെള്ളം പോലെ ആൾക്കാർ അകത്തൊഴുകി വരും. people will come inside great പക്ഷേ numbers. എന്താ റെസ്ട്രിക്ഷൻ? But what is the restriction? ദൈവവചനം പറയുന്നതിന് നാം മുഖ്യ സ്ഥാനം കൊടുക്കണം. We should give topmost priority to the word of God. കായിനോട് പറയുന്നു, And Cain is being കുഞ്ഞേ, said, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. the sin is at your doorstep. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. It desires you. അതിന് വേറെ ആരോടും അല്ല ആഗ്രഹം. Not desiring anybody. നമ്മുടെ തലമുറകളോട് വല്ലാത്ത ആഗ്രഹം പാപത്തിന്. The enemy is desiring our children. കൃപയെ ജീവിക്കാൻ തീരുമാനിച്ച, When you make a decision to live by എഴുന്നേറ്റ് grace, രക്ഷിക്കപ്പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞ, when you say, I am saved by grace, ഇൻസ്ട്രുമെന്റ് വായിക്കുവാൻ ദൈവം താലന്ത് കൊടുത്ത, when God has given you a talent to പാട്ട് play, പാടുവാൻ ദൈവം നല്ല വോയിസ് കൊടുത്ത, God has given you a good voice, മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, when you pray with your parents, ഒരുമിച്ച് സന്തോഷമായി പാർക്കുന്ന, when you rejoice with your parents, ആത്മീയ സന്തതികളോട് പിശാചിന് വല്ലാത്ത ആഗ്രഹം. the enemy is having a desire for you. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. The sin is at your നീ doorstep. അതിനെ കീഴ്പ്പെടുത്തണം. It wants to defeat ഇന്ന് you. പകൽ സ്വർഗം പറയുന്നു, Heaven is saying, ആ ചെറുതോ വലുതോ എന്തുമായിക്കൊള്ളട്ടെ, it might be small or big. ശരിയെന്ന് ലോകം പറഞ്ഞ അതേ വിഷയം, The same thing that the world said is നിന്റെ right. മനസ്സ് പറഞ്ഞ അതേ വിഷയം, The same thing that your mind said is right. പ്രായമുള്ളവരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, Let me tell you in the spirit. ലോകം പറയും ശരിയെന്ന്, World might say it is right. വചനം തെറ്റാന്ന് പറഞ്ഞ The word of God is saying it is അതിനെ wrong. പാപമായി കണ്ട് You understand that's a ഇന്ന് sin. പകൽ അതിനെ ജയിക്കുവാൻ ചിലർ തയ്യാറാകണം. Some of you should be ready to take victory over that. Never make any compromise with the flesh and sin. പാപത്തോട് ജഡത്തോട് ഒരു കോംപ്രമൈസും പാടില്ല. Do not have any compromise with the flesh or sin. മൂന്നാമത്തേത് മണ്ഡലം, The third area, പിശാച് എപ്പോഴും വരും. ഇതെല്ലാം മണ്ഡലമാണെങ്കിലും പിശാച് നേരിട്ട് വരും. the enemy, the Satan himself will come. എന്താ തെളിവ്? What is the proof? നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് പോകാം. Let us go to Jesus. Turn with me to Luke chapter 4 verse 1 onwards. Luke chapter 4 verse 1 onwards. Praise God. ഇനി ഞാൻ പറഞ്ഞോളാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് പിശാച് വരിക. And then Satan is coming to Jesus. പിശാച് വന്നിട്ട് പറഞ്ഞു, And he came to Jesus. ഉപവാസപ്രാർത്ഥന കഴിഞ്ഞിട്ടിരിക്കുക. He's after his fasting prayer. How many of you are fasting this morning? Praise God. Fast uncle, we ate only 2 dosha. We are fasting. Okay. ഉപവാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക യേശു. And after fasting, Jesus is there. വിശപ്പ് വരുമ്പോൾ ഓർത്തോണം പുറകെ പിശാചും കാണും. When you are hungry, remember enemy is behind you. ഞാൻ ഈ പറയുന്നത് ചോറും കറിയുടെ കാര്യമല്ല. This is not about the food we eat. എല്ലാ ഹങ്കറിന്റെയും പിന്നിൽ പിശാചുണ്ട്. Enemies after every kind of hunger. വയറിന് മാത്രമല്ല വിശപ്പ് കേട്ടോ. The hunger is not only for your What tummy. is the definition of hunger? What is the definition of hunger? എന്താ മോനെ ഹംഗ്രി എന്ന് പറഞ്ഞാ? I'm hungry. അതാണ് നമ്മുടെ ഹംഗ്രി. പക്ഷേ ഹങ്കർ എന്ന് പറഞ്ഞാല് Praise God. അനുഭവിച്ചിട്ടും മതി വരാത്തത് ആ വിശപ്പ് എന്ന് പറയുന്നത്. The things that you experienced over and over again, but you are not satisfied. ഒരു വിഷയം കണ്ടിട്ടും നിനക്ക് പിന്നെയും കാണണമെന്ന് തോന്നിയാൽ, The things that you see over and over again, but you still want to see more. കണ്ണിനൊരു വിശപ്പുണ്ട്, അതിനെ കീഴ്പ്പെടുത്തുന്ന That രാവിലെ. means there is a hunger for your eyes, and you have to take victory. കേട്ടിട്ടും മതി വരുന്നില്ലെങ്കിൽ, Something that you hear over and over again, ഇന്ന് രാവിലെ ചെവിയുടെ വിശപ്പിനെ നാം അതിജീവിക്കണം. you have to take victory over the hunger for your ears. പറഞ്ഞിട്ടും തീരുന്നില്ലെങ്കിൽ, If you're saying something over and over അതിനെ ഇന്ന് again, രാവിലെ കീഴ്പ്പെടുത്തണം. but you are not satisfied, you have to take victory. വിശപ്പ് ഹല്ലേലൂയ പിശാച് അടുക്കുമെന്ന് പറയാ. And enemy is coming to Jesus. എന്താ പറഞ്ഞത്? You know what he said? നീ ദൈവപുത്രനാണെങ്കിൽ If you are the son of ഈ God, കല്ലപ്പമാകാൻ കൽപ്പിക്കുക. command that this stone become bread. ഒന്നാമത്തെ വെല്ലുവിളി, That is the first challenge. നീയും ദൈവം നമ്മളുടെ ബന്ധത്തെ അവൻ ചോദ്യം ചെയ്യും. He is questioning the relation you have with God. അപ്പനും മകനും നമ്മളുടെ ബന്ധത്തെ വെല്ലുവിളിക്കുക. He is questioning the relation പിശാചിന്റെ between father ഏറ്റവും and son. തന്ത്രങ്ങളിൽ ഒന്നായത്. That is the greatest scheme of the നിന്റെ enemy.
ദൈവവുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യും. He is questioning your relation with God. എന്തെങ്കിലും ഒരു പരാജയം ജീവിതത്തിൽ വരുമ്പോൾ When you are having some weakness in your ഇനി life, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, you don't have to pray anymore. ഇനിയും പാടിയിട്ട് കാര്യമില്ല, I will not sing anymore. ഇനി ഒരു മൂലയ്ക്ക് അങ്ങ് മാറ്റിയിരുത്തും. And you will go to a corner. പക്ഷെ ദൈവവൈദ്യനാഥുള്ള നിന്റെ ബന്ധം നീ നഷ്ടപ്പെടുത്തല്ലേ. But do not lose your relation with God. ഇന്ന് രാവിലെ ധൈര്യത്തോടെ പിശാചിനോട് പറഞ്ഞാട്ട് And tell the enemy with confidence. റോമർ 8:16 എന്നോട് ഇങ്ങനെ പറയുന്നു, Romans 8:16 tell me, നീ ദൈവമകനാണെന്ന്. if I am your son of God. പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. The Spirit of God is telling my spirit. Everyone should confess day by day that I am a child of God. The Spirit of the Lord testified to my spirit, I am a living child of God. ദൈവത്തിന്റെ പൈതലാണെന്ന് ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. The Spirit of God is testifying to my spirit that I am a child of God. പിശാച് പറയുക, An enemy is saying, കല്ല് നീ അപ്പമാകാൻ കൽപ്പിക്ക്. command the stones to become bread. നമ്മളാണ് എന്ത് ചെയ്തേനെ? What would we have done? അതങ്ങ് അപ്പമാക്കിയേനെ. We would have made it bread. അപ്പമാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. Not because it was hard to make it bread. അടുത്ത വീട്ടിലോട്ട് നോക്ക്, Look into next house. അവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. They didn't have any problem. അവർക്ക് വിശപ്പില്ല, They are not hungry. അവർക്ക് ദാഹമില്ല, They are not thirsty. കടഭാരമില്ല, They don't have any debt. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ സമയത്ത് നടത്തുന്നു. Their children are in good shape. അവരെ ആരും ഒന്നും പറയുന്നില്ല, Nobody is telling them anything. ഒരു പ്രാർത്ഥനയില്ല, ആരാധനയില്ല. They don't pray. They don't sing. നിനക്ക് മാത്രം എന്താ ഇത്ര ബുദ്ധിമുട്ട്? Why are you only having so many നിനക്ക് എന്താ problems? ഇത്ര ടെൻഷൻ? Why are you having so many നിന്നെ tensions? മാത്രം എന്താ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? Why are you going through troubles? നിനക്ക് എന്താ ഇത്ര കടഭാരങ്ങൾ, നിന്ദകള്? Why are you having so many debts? നിനക്കെതിരെ എന്താ ലോകം വിരൽ ചൂണ്ടുന്നത്? Why is the world pointing ഒരു fingers at കാര്യം you? ചെയ്യ്, കല്ലങ്ങ് അപ്പമാക്ക്. Oh, convert this stone to bread. നമുക്ക് ഇന്ന് രാവിലെ ചില കോംപ്രമൈസ് ചെയ്യാമെന്ന് പിശാച് പറയും. Oh, enemy will tell you, let's do some compromise നിങ്ങളുടെ this morning. സമയമൊക്കെ ഒന്ന് ബ്രെഡ് ആക്കിക്കേ. Or let us turn your time into bread. നിങ്ങളുടെ ആരോഗ്യം ബ്രെഡ് ആക്ക്. Let us turn your health into bread. തലമുറയെ ബ്രെഡ് ആക്ക്. Let's turn your children എല്ലാം into bread. ഉപജീവനം ഭൗതികമാക്കി മാറ്റ്. Everything into bread. ഉപവസിക്കില്ല കേട്ടോ, Oh, don't fast. ശരീരം ക്ഷീണിക്കും. Oh, your body is going to be skinny. എല്ലാം അപ്പമാക്കി മാറ്റാൻ ഒരു പിശാച് പ്രേരണ തരും. Enemy will try to turn everything into bread. ശമ്പളം ഇല്ലേ കിട്ടുന്നത്? Oh, you are getting good salary. ഞാൻ 7 ദിവസം ജോലി ചെയ്തോ. Oh, go work 7 days. നമുക്ക് ഒത്തിരി പ്രായമൊക്കെ ആകുമ്പോ, When we become old, ഇടത്തും വലത്തും ആരും സഹായമില്ലാതെ കിടക്കുമ്പോ, when you don't have anybody around you, കിടക്കെ കിടന്ന് ആരാധിക്കാം. or you can worship on the bed. നിന്റെ ജീവിതത്തെ അപ്പമാക്കി മാറ്റുവാൻ പിശാച് വെല്ലുവിളിക്കും. Enemy is trying to turn your life into bread. നല്ല ദൈവത്തിന് ആഗ്രഹമുണ്ട്. But God has a purpose. നമ്മൾ ഈ ദിവസം ചിന്തിക്കുന്ന പോലെ This is like we are thinking. ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ലെടുത്താൽ When you take the stone, ഒരു നേരം കൊണ്ട് അതിനെ വേണം അപ്പമാക്കി മാറ്റാം. you could have turned that into bread. ആയുസ് പര്യന്തം നിൽക്കുന്ന തൂണുമാക്കി മാറ്റാം. Or you could make it into a pillar that will stand lifelong. കൃപയോടെ നിത്യത വരെ ജീവിക്കുന്നതാണ്. You are having the grace for eternity. ഒരു നേരം കൊണ്ട് തീരുന്ന ലോകത്തിന്റെ മോഹത്തെക്കാൾ വലുത്. It is greater than the temporary pleasures of this എന്താ world. ഇതിന്റെ അർത്ഥം? What does that mean? നീ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് കണ്ടുകൂട്ടുമ്പോൾ, When you see things that are not right, it may enlighten your heart, it may give a pleasure for your eyes for an hour or 2 hours, but that will perish your soul forever and ever. അത് അപ്പമാക്കാതെ ജീവനുള്ള കല്ലായി ആയുസ് പര്യന്തം നിലനിൽക്കുന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. start praying for a grace that would lifelong. യേശു പറഞ്ഞു, And Jesus said, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, man shall not live by bread alone, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. but by everything that comes from the mouth of God. ദാനിയേലിനോട് ചോദിച്ചാട്ട്, Ask Daniel, എന്താ ടേബിളിൽ ഇരിക്കുന്നത്? what is on the table? ദാനിയേൽ 1:8 വാക്യം. Daniel chapter 1 verse number 8. Delicious that is available in the land of Babylon. ബാബിലോണിലെ സകല സമൃദ്ധി ആഹാരമുണ്ട്. All the delicious food in the land of Babylon was on the table. ആരും നോ എന്ന് പറയത്തുമില്ല. Nobody would say no to that food. ആരും അതിനെ വിലക്കത്തുമില്ല. Nobody would stop anything. പക്ഷെ അവൻ തീരുമാനിച്ചു. But he decided. Purposed himself in his heart. He purposed inside his heart. രാജാവിന്റെ സ്വാദുഭാജനം കൊണ്ട് ഞാൻ എന്നെ അശുദ്ധമാക്കത്തില്ല. I am not going to defile myself with the king's food. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെക്കുന്നത് നല്ലതാണ്. Friendship is good. Going out with the people നല്ലതാണ്. Going out with people is good. പക്ഷെ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ചും, But the things that you eat, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചും, the things that you drink, സംസാരിക്കുന്ന വിഷയങ്ങളെ the കുറിച്ചും words that you say, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. you should be very comfortable. ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനിക്കണം. You should purpose in your heart. It may be tasty. It may be tasty. ഇത് നല്ലതാണ്. It may be tasty. ഗുണമുള്ളതാ. Might be good. ആരും ഒന്നും പറയത്തില്ല. Nobody will say പക്ഷേ anything. കൃപ ചോർത്തിയാൽ But it will leak your grace. വേണ്ട എന്ന് പറയണം. You should say, I don't want it. ഇന്നലെ രാത്രി നമുക്ക് ഓർപ്പിക്കേണ്ട ഭാഗം ഞാൻ പറയട്ടെ. Last night we ഈ said, ലോകത്തിന് അനുരൂപമായിട്ട് because you are conforming to the world, ഒന്നും നേടാനില്ല. you are not going to receive anything. ചിലതിനോടൊക്കെ നോ എന്ന് പറയണം. You should say no to certain things. ദാനിയേലിന് തന്റെ ഇടം ഉണ്ടായിരുന്നു പറയാൻ. Daniel was confident. Are you willing to say that? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? Are you willing to have that boldness? അതിന്റെ കോൺസിക്വൻസ് ഹല്ലേലൂയ ആ നേതാവ് അവരുടെ ഷണ്ണാധിപൻ പറയുന്നുണ്ട്. And the consequences are said here. നിങ്ങൾ ഈ പച്ചവെള്ളം മാത്രം കുടിച്ചോണ്ട് നടന്നാ, If you keep drinking this water, കാരണം
ലോകക്കാരുടെ കൂട്ടം നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ because you are not living like this worldly people, ഒരു 10 ദിവസം കഴിയുമ്പോ after 10 days, നിങ്ങളുടെ വെയിറ്റ് എടുക്കും. we'll weigh you. വെൽ ബോഡി ചെക്കപ്പ് Body checkup. എടുക്കുമ്പോ When we weigh you, ഇങ്ങനെ താഴോട്ട് ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് താഴെ പോയാല് if you are going below the standard weight, അവരെന്റെ തല കൊയ്യും. they will kill me. ദാനിയേൽ എന്തോ പറഞ്ഞു? You know how Daniel responded? 12-ാം വാക്യം, Verse number 12. യജമാനനെ ടെസ്റ്റ് us for a 10 days, 10 ദിവസം പരീക്ഷ കേട്ടോ. Oh, please test us for 10 days. ഒത്തിരി നാളൊന്നും വേണ്ട കേട്ടോ, You don't have to test for long. ഒരു 10 ദിവസം. For 10 days. നമ്മുടെ ബാക്കി പറഞ്ഞ വെജിറ്റബിൾ സൂപ്പ് മാത്രം 10 ദിവസം. Just give us vegetable soup for 10 days. അത് കഴിഞ്ഞിട്ടൊന്ന് തൂക്കി നോക്കി. After that, weigh us. ഈ വെൽ ബോഡി ചെക്കപ്പില് This body checkup. അല്ല അവസാനമായിട്ട് And at the end, ഈ വെയിറ്റ് കൂടുവോ കുറയോ എന്ന് നമുക്ക് കാണാലോ. we'll see who is going to gain ഏതായാലും more ആ weight. മനുഷ്യൻ അങ്ങ് സമ്മതിച്ചു. And he agreed to that. അതിന്റെ 20-ാം വാക്യം, Verse number അത് 20. മാത്രം ഒന്ന് വായിച്ചാട്ടെ. Verse number 20, please. ആ 10 times they were better than all other people. They were 10 times better than all other people. 10 ദിവസം ചോദിച്ചുള്ളു. He only asked 10 days. സമർപ്പണത്തിന്റെ 1 മണിക്കൂറിനെ 10 മടങ്ങുള്ള അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം. God will turn the surrender time into blessing for you. ഇനി കൊച്ചു കൊച്ചു ദൂതുകൾ നിങ്ങളോട് പറയുന്നതിന്റെ കാരണം, The reason I am giving you നീ this, ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്താൽ if you compromise on anything, 10 വർഷമാണ് നഷ്ടമാകുന്നത്. you are going to lose those 10 ഒരു years. ഭാവിയാ പോകുന്ന You are ഓർത്തോണം. going to lose your life. എന്നാൽ അതിനോട് നോ എന്ന് പറഞ്ഞാൽ But if you say no, 10 ഇരട്ടിയാ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ God പോകുന്നത്. is going to bless you 10 times. 10 ദിവസം പച്ചവെള്ളം കുടിക്കേണ്ടി വന്നാലും, For 10 days you might be drinking 10 water. ദിവസം ലോകത്തിന്റെ ആക്ഷേപം കേൾക്കേണ്ടി വന്നാലും, Maybe the world might ridicule you for 10 days only. ഒരു പെന്തക്കോസ്തൻ ഇവനാണോ ആത്മീയനെന്ന് ലോകം നിന്നെ ആക്ഷേപിച്ചാലും, The world might say he's a Pentecostal. നിന്റെ 10 മടങ്ങുള്ള തേജസ് കാണുമ്പോൾ But when you see that glory 10 times more, ലോകം തിരിച്ചറിയും നീ എടുത്ത സത്യവചനത്തിന്റെ ശക്തി എന്താണെന്ന്. world will know the power of the decision you made. ഇന്ന് പകൽക്കാലം ചിലതിനോടൊക്കെ നോ പറയുവാൻ എത്ര പേര് തയ്യാറാകും? How many of you are ready to say no? Never make any compromise in this world. Don't make compromise with the world. ശത്രു നിനക്ക് ഒത്തുതീർപ്പിന്റെ ആലോചന വരുമ്പോൾ When enemy comes to you with schemes, നോ എന്ന് പറയുവാൻ തന്റെ ഇടം വേണം. have the boldness to say no. യേശു പറഞ്ഞു ഞങ്ങൾ വചനം കൊണ്ട് ജീവിക്കും. Jesus said you will live by the word. ആഹാരമില്ലേലും Even if you don't have food, ജോലി ഇല്ലേലും you might not have job, നഷ്ടങ്ങളുടെ കൂമ്പാരമാണെങ്കിലും you might be in debt. ഈ വചനം ഞങ്ങളെ ഉയർത്തും. But this word will raise us അത് up. നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. It should be inside you. വചനം പറഞ്ഞവനെ, And the person who said the word, യേശു വചനം പറഞ്ഞപ്പോൾ when Jesus said the word, എന്താ പിശാച് പറഞ്ഞത്? you know what the devil said? ഞാൻ കുറച്ച് മഹത്വവും മാനമൊക്കെ തരാം. I will give you some honor and glory. ലൂക്കോസ് 4:5 വാക്യം, Luke chapter 4 verse number ഈ 5. ലോകത്തിലുള്ള സകലതും കൊണ്ട് കാണിച്ചു. He showed them everything on this എന്നെ world. വീണ് നമസ്കരിച്ച You come and bow down before me. ഇതൊക്കെ തരാന്ന് പറഞ്ഞു. I will give you all the glory and ഇത് honor. വെറുതെ പുകഴ്ത്തുന്ന കേട്ടോ. This is only temporary. 4 പേര് നിങ്ങളെ പുകഴ്ത്തിയാൽ When 4 people praise you, അധികം ഉയർന്നു പോകരുത്. do not be lifted up. അവര് തന്നെ നിങ്ങളെ താഴ്ത്തും. The same people will bring you down. 4 പേർ നിങ്ങളെ താഴ്ത്തിയാൽ If 4 people bring you down, നിങ്ങൾ തളർന്നു പോകല്ലേ. do not be discouraged. ലോകം ഇതേ തരത്തുള്ളൂ. This is what the world will give അതുകൊണ്ട് you. യേശു എന്തോ പറഞ്ഞു? And you know what Jesus said? ലോകം നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. If the world praises you, it's woe unto you. ഇവിടെ പിശാച് പറയുന്ന എല്ലാം തരാന്ന്. Enemy said, I will give you everything. Never believe him. Never believe him. അവൻ കള്ളനാ, പോഷ്ക്ക് പറയുന്നവന്റെ അപ്പനാ. He is a liar. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയും. He will say some things. ശൗലിനോട് പറഞ്ഞു, And he told Saul, ചുമ്മാ പേടിച്ചൊളിച്ചിരുന്നവനാ. he was running and hiding. ഈ ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് തലയും വെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരിക. When David is coming after the victory, പുള്ളിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തനെ കൊല്ലുന്നത്. and he was killing the first person in his പണ്ടൊരു life. സിംഹത്തെയും കരടിയും കൊന്നിട്ടുണ്ട്. He had killed animals before. കുറച്ച് സഹോദരിമാർ ഒരു പാട്ടങ്ങ് പാടി. And some sisters started വളരെ singing. സൂക്ഷിച്ചു വേണം ആൾക്കാരെ പുകഴ്ത്താന്. Oh, you should be careful when you praise others. ശൗൽ അവിടെ നിൽക്കുന്നു, ദാവീദ് അവിടെ നിൽക്കുന്നു. And Saul is here and David is here. ഒന്നാമത് ശൗലിന് ഇഷ്ടപ്പെട്ടില്ല ദാവീദിന്റെ വരവൊന്നും. First of all, Saul didn't like the way David was coming. ഞാൻ കൊടുത്ത ഉടുപ്പ് അവൻ ഇട്ടില്ലല്ലോ. He didn't put the clothes I gave ഞാൻ him. കൊടുത്ത വാൾ അവൻ He പിടിച്ചില്ലല്ലോ. didn't use the sword I gave him. ഇനി ഏതായാലും ആയില്ല, ജയിച്ചതില്ല, പൊക്കോട്ടെന്ന് ഓർത്തു. Oh, he had won the victory, let him go. അപ്പോഴെ ഇവര് തപ്പെടുത്ത് പാട്ട് പാടുക. At that time, the women started singing. ശൗൽ 1000 കൊന്നു, ദാവീദോ 10000 കൊന്നു. Saul killed 1,000, David killed 10,000. ഒരുത്തന് ദുരാത്മാവ് കാരണം ഇത്രയൊക്കെ മതി. This is enough for the evil spirit to come inside a person. അസൂയയാണ് ദുരാത്മാവിന്റെ പുറകിലുള്ളത്. Jealousy creates evil spirit inside a person. അവൻ 10000 കൊണ്ട് പോയ വഴിക്ക് പോകട്ടെ. Or let him go
go with 10,000. 5 പൈസ ചെലവില്ലാതെ നിനക്ക് 1000 കിട്ടിയല്ലോ. Oh, I could get the victory. അത് വിഷയമല്ല. That doesn't matter. അസൂയ ദുരാത്മാവാണെന്ന് ഓർത്തോണം. Remember that jealousy is evil ഒരാൾ spirit. നല്ലതുപോലെ പാടിയാൽ അസൂയ, Oh, when he sings well, there's jealousy. നല്ലതുപോലെ പ്രാർത്ഥിച്ചാൽ അസൂയ, When they pray well, is jealousy. നല്ലതുപോലെ എന്തെങ്കിലും ചെയ്താൽ അസൂയ, When they do things well, there's jealousy. ഞാൻ ചെയ്യാത്തത് വേറൊരാൾ ചെയ്താൽ എനിക്ക് അസൂയ. Or when they do more than me, there's jealousy. അത് അഭിഷേകത്തിന്റെ ലക്ഷണമല്ല, അത് കൃപയുടെ ലക്ഷണമല്ല, അത് ദുരാത്മാവാ. That is the evil spirit. It is not a sign of anointing or grace. ഇന്ന് പകൽക്കാലം അതിനൊന്നും നാം ചെവി കൊടുക്കരുത്, അതിന് മുന്നിൽ ആടിപ്പോകരുത്. Do not give ear to those things. ദൈവത്തിന് നമ്മെ ഉയർത്താൻ ഒരു സമയമുണ്ട് കേട്ടോ. God has a time to raise you up. പിശാചിന്റെ മഹത്വം മാനം നമുക്ക് വേണ്ട. We do not want the honor of glory of the enemy. ദേശം മുഴുവൻ തടഞ്ഞാലും, Even if the whole world സഭ stops you, മുഴുവൻ എതിരെ നിന്നാലും, even if the whole church stops കുടുംബം you, മുഴുവൻ വാപത്തിയാലും, even if they are against you, ദൈവദാസനെ ദൈവദാസിയെ കുഞ്ഞ്, dear children of God, ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ, once God decides to എല്ലാ lift വഴി you up, അടച്ചാലും and every way stops, അതിന്റെ ഇടയിൽ കൂടി നിന്നെ ഉയർത്തുവാൻ He will raise you up. എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. He has a plan for that, മാനത്തിനു വേണ്ടി, മഹത്വത്തിനു വേണ്ടി, for the glory and honor. ഏതിന്റെയും എന്തിന്റെയും മുമ്പിൽ വണങ്ങുന്ന ഒരു കാലഘട്ടം. This is a time when you compromise for glory and honor. ഖേദത്തോടെ ഞാൻ പറയട്ടെ, Let me tell you this morning, വോട്ട് ചോദിച്ചും വോട്ട് പിടിച്ചും, people who ask for votes, വോട്ട് പിടിച്ചും വോട്ട് ചോദിച്ചും പണം മുടക്കിയും, when they spend money for votes, നേതാക്കന്മാരാകുന്ന നടക്കാൻ ആത്മീയ ലോകത്തെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നണം. we should be hating those people. കൃപയുടെ വചനം ചോർത്തിക്കളഞ്ഞിട്ട് They are losing the word of God. കൂടെ ഇരുന്ന് കൈ കൊടുത്ത് ആഹാരം കൊടുത്ത് അല്ലെങ്കിൽ കർത്തൃമേശ എടുക്കുന്ന കൂട്ടു സഹോദരനെതിരെ അപവാദം പറഞ്ഞു പരത്തിയിട്ട് ഞാൻ ആ കേമൻ എന്ന് പറഞ്ഞ് നേതാവാകുന്നത് ഏത് ആത്മീയമാണ്? What kind of spirituality is when you have leadership of that nature? അതിന്റെ പിന്നിൽ നിൽക്കുവാൻ 10,000 കണ്ടേക്കാം. You might have thousands of പക്ഷേ followers, സ്വർഗത്തിന്റെ മുമ്പിൽ വട്ടപൂജ്യമാവില്ല. but you are going to get a big zero in heaven. സ്വർഗത്തിന്റെ മുമ്പിൽ വട്ടപൂജ്യമാവില്ല. You're going to get a big zero in heaven. കൂട്ടു സഹോദരൻ നിലവിളിക്ക് ചെവി കൊടുത്തില്ലെങ്കിൽ, If you do not listen to your brother, ആഹളത്തിന്റെ ധ്വനി കേൾക്കുമെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം സമ്മതിക്കത്തില്ല. the word of God will not allow. That is the right thing to do. ഹല്ലേലൂയ. Praise God. ഇന്ന് പകൽക്കാലം നാം അത് വളരെ ഓർത്തിരിക്കണം. We should remember that this morning. ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ, Once God decides to lift you up, ഒന്നും കൂടെ എടുത്തു പറയാം, let me tell you one more time. നിനക്കെതിരെ മരണ വാറണ്ട് എഴുതി പട്ടണത്തിൽ ഒട്ടിച്ചു വെച്ചാലും, Even if there is a death warrant against you in the city, നാളെ രാവിലെ next morning, ഇത്ര മണിക്ക് this time, 50 മുഴം ഉയരമുള്ള കഴുകുമരത്തിൽ there is a tall gallows for you. നിന്റെ ശവം തൂങ്ങുമെന്ന് They are saying you will be on that പട്ടണത്തിൽ gallows. മുഴുവൻ വാൾ പോസ്റ്റ് ഒട്ടിച്ച് If there is a wall post against you in the whole city, രാജധാനിയിലും വിളംബരം ചെയ്ത് oh, there will be a great publication against you. പുറത്ത് കയറി പട്ടണത്തിൽ മുഴുവൻ മൈക്കി വിളിച്ചു പറഞ്ഞ അതേ വിഷയം There are things published against you, പിറ്റേന്ന് രാവിലെ ഞാനും നിങ്ങളും കാണുന്നത് but you and me are seeing ആ something കഴുകുമരത്തിന്റെ ചുവട്ടിൽ കൂടി in the same gallows. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന മോർദെഖായി You are seeing Mordecai traveling on this chariot. അങ്ങനെ ഉയർത്താൻ തീരുമാനിച്ചാൽ, Let them decide 1,000 times. നിന്റെ വിധിയുടെ കഴുകുമരത്തിന്റെ ചുവട്ടിലും നിന്നെ മാനിക്കുന്ന ദൈവം There is a God who is going to honor you beneath those gallows. മകൾ ധൈര്യത്തോടെ പറഞ്ഞാട്ട്, Can you say with boldness, ലോകം തരുന്ന മാനത്തേക്കാൾ ദൈവകൃപയുടെ ജ്വലനമാണ് എനിക്ക് വേണ്ടത്. I want the revelation of the glory of God. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. Hallelujah. മാനം ഹല്ലേലൂയ തേടാമെന്ന് പറഞ്ഞപ്പോൾ When they said you're going to give you യേശു position, പറഞ്ഞു ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. Jesus said only worship God. അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'm going to finish here. ആരാധന പറഞ്ഞപ്പം When he said worship, പിശാച് അടുത്ത തന്ത്രം കൊണ്ടുവന്നു. he brought another scheme. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, The verse number 9. നമുക്ക് ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടാവുന്നു. Let us jump from the top of the church sanctuary. നമ്മൾ ചോദിക്കുന്നത് എന്തൊരു ശല്യമാണല്ലേ? We're going to say, what kind of nuisance is this? ചുമ്മാതിരിക്കോ ഞങ്ങള്? We are just sitting idle. അപ്പൊ പറഞ്ഞ് എടുത്ത് ചാടാന്. And now he's asking me to jump. ആണെന്നൊന്നും എടുത്ത് ചാടിയേക്കല്ല കേട്ടോ. Don't jump for everything you see. നിന്നെ കൃപയെന്ന് വീഴ്ത്താൻ പിശാചിന്റെ ഉദ്ദേശം. Enemy scheme is for you to jump off your grace. അതിന് തെളിവും കൊണ്ട് വരുന്ന വാക്യവാ. And he will bring verses as proof. 91-ാം സങ്കീർത്തനം 12 തൊട്ട് വായിച്ചാട്ട്. Psalms 91 verse number 12 onwards. നിങ്ങൾ വായിക്കാനല്ല പറഞ്ഞേ, Praise God. യേശുവിനോട് പറയാ. And he is telling Jesus to read. വചനം വായനോട് പറയാം. നമുക്കൊന്ന് വായിക്കാം സങ്കീർത്തനം. Let us read the Psalms. ചാടിക്കോ, Oh, you can jump. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാർ വഹിച്ചോളും. And the angels will protect you. ഒരു സഭ തുടങ്ങാൻ ഈ ഉപദേശമൊക്കെ മതി. This might be a doctrine to start a church. വീഴാത്ത സഭ, There is a church that doesn't fall. ദൈവദാസന്മാരെ താങ്ങുന്ന സഭ, There is a church that supports the servants of കല്ല് God. കാലെ കൊള്ളാത്ത സഭ. The church that won't stand on both. വചനം വികലമായി വ്യാഖ്യാനിച്ചാണ് ഇന്ന് കാണുന്ന A to C ഉള്ള സഭകളെല്ലാം ഉണ്ടായത്. Many of the churches have twisted doctrines.